ഹരിശ്രീ ഗണപതിയെ നമസ്തേ നമസ്തു. നക്ഷത്ര ചാനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വൃശ്ചിക മാസത്തിലെ നക്ഷത്ര ഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് കുംഭക്കൂറും മീനക്കൂറും നോക്കാം. ആദ്യമേ കുംഭക്കൂറുകാരായ അവിട്ടം പകുതി, ആദ്യ പകുതി, ചതയം പുരട്ടാതി, അവസാന പകുതി. അതിന് മുന്നേ പറഞ്ഞുകൊള്ളട്ടെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യാപാരം, മറ്റും ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമം ഉണ്ടാകും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികൾ തിരിച്ചടികൾ നേരിടും. ജീവിത പങ്കാളിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അനിയന്ത്രിത കോപം പലപ്പോഴും ആപത്തായിത്തീരും. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. വിവാഹമോചനം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കും. രോഗദുരിതങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസത്തിനുള്ള സമയമാണ്. ഭക്ഷണത്തിൽ നിന്നുള്ള അലർജി പിടിപെടും. ഫുഡ് അലർജി ഉണ്ടാകും. വളർത്തുമൃഗങ്ങളാൽ പരിക്കേൽക്കാതെ ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഓമനിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹായ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തുക്കൾ പിൻവാങ്ങും. പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന ശ്രമം വേണ്ടിവരും. കൂടുതൽ ഗുണത്തിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ചകൾ വ്രതമെടുക്കുക. വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുക. വിഷ്ണുവിൻ്റെ ജന്മനാളിൽ പാൽപ്പായസം നിവേദിക്കുക. ഇതൊക്കെ ചെയ്ത് കൂടുതൽ ഗുണം ലഭിക്കും. പിന്നെ നമുക്ക് മീനക്കൂറും കൂടി പറഞ്ഞ് തീർക്കാം. പൂരുരുട്ടാതി ആദ്യ പകുതി, ഉത്രട്ടാതി രേവതി അവസാന പകുതി. മീനക്കൂറ് പണമിടപാടുകളിൽ കൃത്യത പാലിക്കും. കുടുംബജീവിതം സൗഖ്യം വർദ്ധിക്കും. വാഹനം മാറ്റി വാങ്ങും. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. പണമിടപാടുകളിലും ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിവേകമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താന ഗുണം വർദ്ധിക്കും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകും. നേത്രരോഗബാധ ബാധിക്കാനുള്ളൊരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടതായിട്ട് വരും. വാഹനയാത്രയ്ക്കിടയ്ക്ക് ധനനഷ്ടം സംഭവിക്കും. സൂക്ഷിക്കുക. ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, മാതാവിനോ അത്തുല്യമാർക്കോ അരിഷ്ടമുണ്ടാകും. അതായത് ജീവിത പങ്കാളിക്ക് ഉന്നതി ഉണ്ടാകുന്നതോടൊപ്പം മാതാവിന് തുല്യതായിട്ടുള്ള ആർക്കോ അരിഷ്ടതകളുണ്ടാകാം. ദോഷശമനത്തിനായി സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നന്നായിരിക്കും. നിത്യേന അഷ്ടോത്തരം ജപിക്കുക. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയും എല്ലാ നാളുകളുടെയും കഴിഞ്ഞിട്ടും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.